ധന്യ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന് പുതിയ പദവികളൊക്കെ കിട്ടാൻ പോകുന്നു എന്നാണ് വാർത്തകൾ. KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുവെന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത. കോൺഗ്രസിലൊരു പൊട്ടിത്തെറിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടോ? കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അണികൾക്കിടയിൽ അത്തരമൊരു പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സന്ദീപ് വാര്യരുടെ എടുത്തുയർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്തിയെങ്കിൽ അത് കോൺഗ്രസിന് ലാഭമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എത്തിയെങ്കിൽ പോലും അണികൾക്കിടയിൽ സന്ദീപ് വാര്യർ വലിഞ്ഞു കയറി വന്നവൻ തന്നെയാണ്. കാരണം ഇത്രയും നാൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ടാണ് പലരും KPCC ജനറൽ സെക്രട്ടറി കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കുപ്പായമൊക്കെ ഇല്ലാതാക്കി വെറുതെ ആയിപ്പോയി എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ വന്നു കയറിയ സന്ദീപ് വാര്യറിനെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അണികൾക്കുണ്ടാവുന്ന രോക്ഷം അവർ അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലോ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗങ്ങൾക്കിടയിലോ ഒക്കെ അവർ പ്രകടിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പോൾ കൂടുതൽ വേലയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, ഇത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. BJP അല്ല. അതായത് BJPയിൽ കാണിച്ച തെണ്ടിത്തരങ്ങളും വേലകളും ഒന്നും ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. അതൊക്കെ BJPക്കാർ സഹിച്ചതുപോലെ ഞങ്ങളങ്ങ് സഹിക്കില്ല, വച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസിൽ നിന്നാൽ നല്ലത് എന്നുള്ള ഒരു താക്കീത് പോലെയാണ് മുൻ AICC അംഗവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ്റെ സന്തത സഹചാരിയുമായ വിജയൻ പൂക്കാട് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയല്ലെങ്കിലും ആ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. കൂടുതൽ വേലയൊന്നും ഇങ്ങോട്ട് ഇറക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഓടിക്കയറി എന്നൊക്കെ പറയുമ്പോഴും നാളെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതിലും വലിയ BJPയേക്കാൾ വലിയ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് കോൺഗ്രസ് എന്ന് പറയാതിരുന്നാൽ അത്രയും വലിയ ഉപകാരം എന്നുള്ള ഒരു പറയാതെ പറച്ചിൽ കൂടി വിജയൻ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് കൊള്ളാമെങ്കിലും സന്ദീപ് വാര്യരുടെ ഉപദേശം കോൺഗ്രസിന് വേണ്ട. നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങാൻ ഇത് BJP അല്ല. BJPയുടെ രീതി പുറത്തു വച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. ഇതാണ് സന്ദീപ് വാര്യർ. അതായത് സന്ദീപിൻ്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സന്ദീപ് ഉപദേശിച്ചിട്ട് നന്നാവാനിരിക്കുന്നവരല്ല കോൺഗ്രസ്സിലുള്ളവർ. ഞങ്ങൾക്ക് നന്നാവാൻ ഞങ്ങൾക്കറിയാം. അത് ഇന്നലെ വലിഞ്ഞു കയറി വന്നവൻ ഞങ്ങളെ നന്നാക്കേണ്ട ആവശ്യകതയില്ല. അത് മാത്രമല്ല, വിലയിട്ട് വാങ്ങാൻ BJP അല്ല. അതായത് സന്ദീപ് വില പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സിലേക്ക് വന്നത്, ഒരു BJPക്കാരനായ സന്ദീപ്. അപ്പോൾ ആ വിലയിട്ട് വാങ്ങാൻ ഇത് BJP അല്ല കോൺഗ്രസ് ആണെന്നുള്ളത്. ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ എല്ലാവരും പറയും, ആ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നില്ലേ, അവരിങ്ങോട്ട് വന്നില്ലേ, ഇവരങ്ങോട്ട് പോയില്ലേ. എങ്ങോട്ട് ആരൊക്കെ എവിടെയൊക്കെ പോയാലും ഒരു പാർട്ടിയുടെ ആശയങ്ങളെ പ്രത്യയശാസ്ത്രങ്ങളെ ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ ഒരു ദിവസം അതിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് മറുകണ്ഠം ചാടിയാൽ അയാൾക്ക് പോകെ ആ മറുകണ്ഠം ചാടിയാൽ പാർട്ടിയിൽ പോലും ഒരു വിലയും ഉണ്ടാകില്ല. നിലപാടില്ലാത്തവൻ എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാകും അണികൾക്കിടയിൽ. കാരണം താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുകളിൽ നിൽക്കുന്ന ആളുകൾക്കത് പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഇന്നലെ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു അവസരവാദി രാഷ്ട്രീയമാണ്. അവരിപ്പോൾ ആര് വന്നാലും അവരെ സ്വീകരിക്കും. ആരെ കൂടെ നിർത്തണമെന്ന് വിചാരിച്ചാൽ അവർ സ്വീകരിക്കും. അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെ ആണെങ്കിലും അവർ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഇപ്പോൾ പാലക്കാട് SDP-യുടെ പിന്തുണ അവർ തേടിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷം നടത്തിയത് ആരാ? SDP ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിക്കാനും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും വേണ്ടി അവർ ഏത് രീതിയിലേക്ക് തരം താഴാനും ആരെ വിളിച്ചു കയറ്റാനും അവർക്കൊരു മടിയുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ CPM-ഉം BJP അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ ആ ഒരു അച്ചടക്ക രീതിയുണ്ട്. അവരുടെ ആശയങ്ങൾ കുറേയൊക്കെ മുറുകെ പിടിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ സന്ദീപിന് ഇനി അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം സന്ദീപ് വളരെ കൃത്യമായി തന്നെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അനുഭവ പാരമ്പര്യമൊന്നും നമുക്കില്ലെങ്കിൽ കൂടിയും, അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രായം അതാണല്ലോ, നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകളാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. പക്ഷേ നമ്മുടെ ഒരു അനുഭവവും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ വളരെ കൃത്യമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത കാര്യം പാണക്കാട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പാണക്കാട്ട് പോയി ആ കുടുംബത്തെ കയ്യിലെടുത്തു.
കയ്യിലെടുത്തു എന്ന് ഞാൻ പറയുന്നത് സ്നേഹത്താൽ കയ്യിലെടുത്തു എന്ന് തന്നെയാണ്. അദ്ദേഹം എന്ത് തരത്തിൽ അവിടെ പോയി പ്രവർത്തിച്ചാലും ആ പാണക്കാട് കുടുംബത്തിലെ ലീഗിലെ ഏതെങ്കിലും ഒരാൾക്ക് തന്നോട് ഞാനൊരു BJP-കാരനാണ്, താൻ വർഗീയത പറഞ്ഞ ആളാണ്, താനൊരു ഹിന്ദുത്വവാദിയാണ് എന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ലീഗുകാരൻ്റെ മനസ്സിൽ, ഏതെങ്കിലും ഒരു ഇസ്ലാമികമായിട്ടുള്ള ആളുകളുടെ UDF അനുഭാവിയുടെ മനസ്സിലൊരു കറയുണ്ടെങ്കിൽ, തന്നോടൊരു നീരസമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ പോകുന്നു. അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ പറയുന്നത് ഹിന്ദുത്വ സന്ദീപിന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം സന്ദീപിൻ്റെ മനസ്സിൽ എന്നല്ല, ഭാരതത്തിലെ ഹിന്ദുക്കളായുള്ള ആളുകളുടെ എല്ലാം മനസ്സിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം ഹിന്ദുത്വം എന്താണ് എന്നാണ് ഇവർ പറയുന്ന ഹിന്ദുത്വം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് CPM പറയുന്ന ഒരു ഹിന്ദുത്വമുണ്ട്, ആ ഹിന്ദുത്വം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. CPM-ന്റെ സന്ദീപ് വാര്യരുടെ ഉള്ളിൽ നിന്ന് ഹിന്ദുത്വം പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അദ്ദേഹം പഠിച്ചതും അദ്ദേഹത്തെ നമ്മൾ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ബോധത്തെയാണത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കതല്ല എന്ന് നടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ യഥാർത്ഥ അഭിപ്രായങ്ങളല്ലാതെ ചില അഭിപ്രായങ്ങൾ എനിക്ക് പറയേണ്ടി വന്നാൽ, ഞാൻ പറഞ്ഞു എന്നല്ല, ഞാൻ പറയേണ്ടി വന്നാൽ അത് വളരെ മനോഹരമായി ഞാൻ പറയും. അത് കാണുന്ന ആളുകൾ വിചാരിക്കും ഇവൻ്റെ അഭിപ്രായം ഇതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായം വേറൊന്നായിരിക്കും. പക്ഷെ ഞാൻ പറയേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീരുമാനിക്കേണ്ടത് ധന്യയും മറ്റുള്ള പ്രേക്ഷകരുമാണ്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസമാണ് പറയുന്നത്. പക്ഷേ ഞാൻ സന്ദീപ് വാര്യരിൽ കണ്ടൊരു ഗുണം എന്ന് പറയുന്നത് അത് വളരെ ഭംഗിയായി അദ്ദേഹം ചെയ്യാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് ധന്യ ശ്രദ്ധിച്ചോ എനിക്കറിയാം. വളരെ മിതത്വം പാലിച്ചുകൊണ്ട് സംസാരിക്കും, വളരെ മിതത്വം പാലിക്കുന്നു. ഒരു വല്ലാത്ത ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫർമേഷൻ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് അദ്ദേഹം രണ്ടാമത് പോയി കണ്ടത്. അവിടെയും വലിയ സ്വീകരണമാണ് വന്നത്. പിന്നെ സന്ദീപിനെതിരെ CPM കൊടുത്ത പരസ്യം, ഇദ്ദേഹം വർഗീയവാദിയാണ്, ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത പരസ്യം ഉണ്ടല്ലോ, അതും സന്ദീപിന് അനുകൂലമായിരുന്നേ. അതും സന്ദീപിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. കാരണം CPM-നോടുള്ള എതിർപ്പ് മുസ്ലിം ലീഗിന് കുറച്ചും കൂടെ സന്ദീപിലേക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ധന്യ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. കാരണം കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ സന്ദീപ് വന്നു കയറിയ ആളാണ് എന്നൊക്കെ പറയുന്നതോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ പൂക്കാടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹമൊക്കെ ഈ പോസ്റ്റ് ഇടുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? അതായത് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കും. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും മറ്റാളുകളൊക്കെ തന്നെയും ചാനൽ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ ഷോ ഓഫ് വർക്കുകളിലൂടെയും തന്നെ പൊളിറ്റിക്സിലെത്തിയിട്ടുള്ളതാണ്. നമ്മൾ പൊളിറ്റിക്സിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ, സത്യസന്ധമായി നമ്മൾ പ്രവർത്തിച്ച് മുകളിലോട്ട് വീഴാന്ന് വിചാരിച്ചോ, അവൻ ഒരു എന്താ പറയുക, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു തേങ്ങയും കിട്ടില്ല. അതാണ് സത്യം. അങ്ങനെ കിട്ടിയിരുന്നു പണ്ട്. പക്ഷേ ഇടക്കാലയളവിൽ ഇനി കിട്ടില്ല, ഇനി അങ്ങോട്ട് തീരെ കിട്ടില്ല. സോഷ്യൽ മീഡിയ കൃത്യമായി കൈകാര്യം ചെയ്യുന്നവൻ, കൃത്യമായി കാര്യങ്ങൾ പറയുന്നവർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉപയോഗിക്കുന്ന, കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇനി മുതൽ എന്തെങ്കിലും കിട്ടുള്ളൂ. മാത്രവുമല്ല, ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ള ഒരുപാട് ആളുകൾ, ഇന്ന് ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നു, ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. അയാളാണ് തിരിച്ചങ്ങോട്ട് മാറിയത്. അതുകൊണ്ട് ഭാവിയിൽ ഈ ഞാൻ ചോദിക്കട്ടെ തന്നെ, ഒരു 5 വർഷം കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ പണ്ട് BJP-കാരനായിരുന്നു, ആരാണ് നോക്കുക? അദ്ദേഹം ഒരു MLA ആയി കഴിഞ്ഞാൽ, മന്ത്രി ആയി കഴിഞ്ഞാൽ ഇത് ആരാലോചിക്കും, ആര് ചർച്ച ചെയ്യും? ഒരു 6 മാസം കൂടി ഉണ്ടാവും ഈ ചർച്ച, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അവരവരുടെ കാര്യങ്ങൾ സേഫാക്കി മുന്നോട്ട് പോകും. പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രശ്നമാവാനും സാധ്യതയുണ്ട്.